എടി സച്ചിടി നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതി ഭാമയെ വിളിച്ച് സംസാരിക്കുവാണ്. ആ സമയത്ത് ചന്ദ്രമതി ഭാമയോട് ചോദിച്ചു, രേവതിയെ സംശയം ഉണ്ടെന്നോ? നിന്റെ 2 ലക്ഷം രൂപ കാണാതെ പോയ കാര്യത്തില് രേവതിയാണോ നിനക്ക് സംശയം എന്ന് ചോദിച്ചു. അതെല്ലാം ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചോദിക്കുന്ന കാര്യങ്ങളാ. ചന്ദ്രമതിയുടെ ആക്ടിങ്ങാ. രേവതിയുടെ തലയിൽ എങ്ങനെയാ കുറ്റം കെട്ടിവെക്കണം, രേവതിയാണ് ആ പണം എടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി ഇരിക്കുന്നത്. അപ്പോഴേക്കും അങ്ങേ തലയ്ക്ക് ഫോൺ വിളിച്ചോണ്ടെന്ന ഭാമ അമ്പരന്ന് പോയി. ഭാമ പറഞ്ഞു, എടി ആനി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് മനസ്സിലായി. അപ്പൊ അവൾ ആ മുറി കയറിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും രേവതി സച്ചി എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് ചന്ദ്ര പറഞ്ഞു, എടി നീ ഭാമയുടെ മുറിയിൽ നിന്ന് 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയില്ലേ എന്ന് ചോദിച്ചു. രേവതി ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയുന്നേ? 2 ലക്ഷം രൂപയാ? എടി എന്നാലും നീ ഇത്രയ്ക്ക് നീ ഇത്രയ്ക്ക് ഒരു പെണ്ണാന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്ത് പരിപാടിയാടി കാണിച്ചേ? ആ മുറി കയറി ഡ്രസ്സ് മടക്കി വെക്കാനെന്നും പറഞ്ഞ് കയറിയിട്ട് അലമാര തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് പണം അടിച്ചു മാറ്റിയില്ലേ? സച്ചി പറഞ്ഞു, ഇതേ അമ്മ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. വർഷം വന്നിട്ട് ചോദിച്ചു, എന്താ ആന്റി കാര്യം എന്താ? ആന്റി കാര്യമൊന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അതോ, ഭാമയുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ പോയി അവളുടെ ഷെൽഫിനകത്തുനിന്ന്. ആ 2 ലക്ഷം രൂപ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് സംശയം ഈ രേവതിയെയാണ് സംശയം. രേവതി ചേച്ചിയോ? രേവതി ചേച്ചി അങ്ങനെയും ചെയ്യുന്നോളല്ലോ. പിന്നെ ആര് പറഞ്ഞു? ഇവളുടെ കുടുംബവും അത്രക്കാരാന്നുള്ള കാര്യം നമുക്കറിയാവുന്നല്ലേ. എന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാനായിട്ട് ഇവളുടെ അനുജ ശ്രമിച്ചു. ഇപ്പാണ്ട് ഇവള് ഭാമയുടെ വീട്ടിൽ നിന്ന് പണം അടിച്ചു മാറ്റി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അമ്മേ വെറുതെ പറയരുത്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് എന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ചെയ്യില്ല പോലെ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു, നോളം നിന്നെ രൂപക്കോട് പണത്തിരുത്താം. നീ ആരാന്ന് നിന്റെ വിചാരം? നിന്റെ വീട്ടുകാർ മൊത്തം കള്ളനും കള്ളിയൊക്കെ അല്ലേന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, അനാവശ്യം പറയരുത്. സച്ചു പറഞ്ഞു, പിന്നെ അമ്മ ഇത് എന്തറിഞ്ഞിട്ടേ പറയണെന്ന് ചോദിച്ചു. സ്തുതി പറഞ്ഞു, ഭാമാന്റി അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ പിന്നെ സത്യാവസ്ഥ കാണും. ഈ പറയുന്ന രേവതി ആയിരിക്കും പണം എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, അതേടാ എന്റെ ഭാര്യ തന്നെയാ, നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നീ കൊണ്ട കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, കേസ് കൊടുക്കുക ചെയ്യണ്ടേ? അതും കൂടെ കേട്ട് ശ്രുതിക്കുന്ന ടെൻഷനായി. ശ്രുതി പറഞ്ഞു, എന്തിനാ ശ്രുതി കേസ് കൊടുക്കുന്നത്? വീട്ടിലെ കാര്യങ്ങളല്ലേ, അത് ചോദിച്ചും മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. കേസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഭയങ്കര ടെൻഷനായിപ്പോയി ശ്രുതിക്ക്. കേസ് കൊടുത്താൽ കുടുങ്ങാൻ പോകുന്ന താനാന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഇപ്പൊ ആകെപ്പാടെ നാണക്കേടെ, ഭാമയുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇവളെ തുണി മടക്കാനെന്നും പറഞ്ഞ് മുറിയിലേക്ക് കയറി. ആ ഷെൽഫ് തുറന്നു കിടക്കുമായിരുന്നു തോന്നേ. ഷെൽഫിനകത്തുനിന്ന് പണം അടിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ആന്റി വെറുതെ പറയരുത് കേട്ടോ, രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അത്രക്കാരിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ പണമുണ്ട്, ശ്രീകാന്തിന്റെ പണമുണ്ട്, ഈ വീട്ടിലും പണമുണ്ട്. ഇതുവരെയായിട്ടും ആരുടെയെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആര് കണ്ട് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇവളെ അടിച്ചു മാറ്റാൻ അതിവിദഗ്ധയാണല്ലോ, അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കെട്ടിയോന് ചേരുന്ന കെട്ടിയോളുമാണല്ലോ, രണ്ടുപേരും കൂടെ പരസ്പരം ഒരു കോംപ്രമൈസിലായിരിക്കും പോകുന്നത്. സച്ചിയെ കൂടെ കുറ്റപ്പെടുത്തി പറയാണ്. സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എടി ചന്ദ്രേ, ഇത് നിന്റെ മകൻ തന്നെ അല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് ചന്ദ്രമതിയുടെ മുഖം മാറി. രവീന്ദ്രൻ പറഞ്ഞു, എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കണം. രേവതി മോൾ അങ്ങനെ തെറ്റിയില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പൊ നീ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, എന്റെ രവിയേട്ടാ, ഞാൻ കള്ളത്തരം പറഞ്ഞാണോ? ഭാമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇവള് മാത്രം ആ മുറിയിലേക്ക് പോയി കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, പിന്നെ അതെങ്ങനെ ശരിയാവും? ഇവിടുന്ന് വേറെ ആരും അവിടെ വന്നിട്ടില്ലേന്ന് ചോദിച്ചു. അല്ലെ, ആ വീട്ടിൽ വേറെ ആരെങ്കിലും കയറിയിട്ടില്ലേ? എന്റെ ഭാര്യ അങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്ന് പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു അമ്മയ്ക്കെന്ന് പറഞ്ഞു. നിനക്കതൊക്കെ പറയാടാ, പണം പോയത് നിന്റെ അല്ലല്ലോ, ഭാമയുടെ അല്ലേ? അവൾക്ക് എത്രമാത്രം വിഷമമാണെന്നറിയോ പണം പോയതില്. എന്നാലും നീ കൊള്ളാടി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കുറെ ചീത്ത പറയണ. രേവതിക്ക് വിഷമായി. ശ്രുതിക്കാണ് അതിനേക്കാളും ടെൻഷൻ. എന്റെ ദൈവമേ, ഇനിയിപ്പോ എങ്ങാനും പിടിക്കപ്പെടുവോ? പോലീസുകാരെങ്ങാനും കംപ്ലൈന്റ് കൊടുത്താൽ അതോടുകൂടി തീർന്നു. വല്ലാത്ത ടെൻഷനാ. ഒന്നും ഓർത്തില്ല. പെട്ടെന്ന് എങ്ങനെയും പണം ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ട് 2 ലക്ഷം രൂപ അടിച്ചു മാറ്റിയത്. അതിന്റെ ഇതൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ടെറസിന്റെ അവിടെ പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സച്ചു എന്നിട്ട് ചോദിച്ചു, എന്താ രേവതി കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല സച്ചേട്ടാ, കണ്ടില്ലേ, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് വരുടെ ആരുടെയും ഒരു മുതൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് അങ്ങനെയാ. പട്ടിണി ഇറങ്ങി വിശന്നാലും അല്ല വിശന്ന് എത്താലും ശരി, ആരുടെ ഒന്നും മോഷ്ടിക്കരുതെന്ന്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, ഞാൻ എന്തോ വലിയ പാവം ചെയ്യുന്ന മറ്റില്ല എല്ലാവരും. ഞാൻ പണം മോഷ്ടിച്ചെന്ന് ഞാൻ അങ്ങനെ ചെയ്യില്ല സച്ചേട്ടാന്ന് പറഞ്ഞു. എനിക്കറിയാം, നീ ധൈര്യമായിട്ടിരിക്കുക, നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കറിയാം.
നീ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിച്ചു. എന്നാലും സച്ചേട്ടാ, അമ്മ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോണ്ട് നീ മോഷ്ടിച്ചാവോ? ഇല്ലല്ലോ, നീ മോഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എല്ലാരും എന്നെ കുറ്റക്കാരിയാക്കിയില്ലേ, ഇനി ആ കണ്ണുകൊണ്ടല്ലേ കാണുള്ളൂ. അതെ, അതിന് കാരണം എന്താണെന്നറിയോ? ശരത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ വിചാരം നീ അങ്ങനെ ചെയ്യുമെന്ന. അങ്ങനെ നീ അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാലോ. നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനും ശ്രീകാന്തും വർഷ അച്ഛനും ഒക്കെ ഇല്ലേന്ന് ചോദിച്ചു. അത് ശരിയാ സച്ചേട്ടാ, പക്ഷെ അതും കൊണ്ടായില്ലല്ലോ. ഒരു കാര്യം ചെയ്യ, നീ കുറച്ച് ദിവസം നേരെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു. വീട്ടിലോ? അതെ സച്ചേട്ടാ, അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് എന്താ സംഭവിക്കുന്ന അറിയാലോ. പിന്നെ ഞാനിത് ചെയ്തിട്ട് വീട്ടിൽ പോയതെന്നറിയും, ആ പണം കൊണ്ടേ വീട്ടിൽ കൊടുക്കാൻ പോയതെന്ന് പറയും. അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ചോദിക്കുന്നുണ്ട് സച്ചി. എനിക്കറിയില്ല സച്ചിയേട്ട എന്ത് ചെയ്യണമെന്ന്. ഈ കാര്യം അങ്ങനെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അല്ലെങ്കിൽ തന്നെ ശരത്തിന്റെ കാര്യം ഇപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആ ടെൻഷൻ ഒന്ന് മാറി വരുമായിരുന്നു. അപ്പോഴേക്കും അടുത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് മോഷണക്കുറ്റമല്ലേ. അപ്പൊ അതുകൊണ്ട് അമ്മ ഒട്ടും സഹിക്കില്ല എന്ന് പറഞ്ഞു. ബാക്കി എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ഈ ഒരു കാര്യമുണ്ടല്ലോ. സച്ചു പറഞ്ഞു, നിന്നാ പിന്നെ നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാമാൻ്റെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയി കണ്ടിട്ട് വരാം. എനിക്കൊന്ന് ചോദിക്കണം, ഭാമാരിക്ക് സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, എന്ന് മുതൽ നിന്റെ മേലെ സംശയം ഒന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ഭാമയെ കാണാനിട്ടിരുന്നു. സച്ചിയെ കണ്ടുകഴിഞ്ഞാൽ ഭാമയ്ക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. അല്ല എന്താ സച്ചി, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അതെന്താ ആൻറ്റി, എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞ മുന്നറിയിപ്പ് വേണമെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ആൻറ്റി, നേരിട്ട് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം. എൻ്റെ ഭാര്യ രേവതി പണം അടിച്ചു പറ്റുന്ന ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, അതിന് മോനെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലോ. പിന്നെ പറഞ്ഞില്ല പോലും. എന്നിട്ടല്ലേ അമ്മ പറഞ്ഞത് രേവതിയെ പണം അടിച്ചു മാറ്റിയെന്ന്. അത് പിന്നെ 2 ലക്ഷം രൂപ അലമാരിക്കകത്തുണ്ടായിരുന്നു, അത് കണ്ടില്ല, അപ്പം അതുകൊണ്ടായിരിക്കും അവൾ സംശയിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ ആ പണം ഇവിടെ അടിച്ചു മാറ്റുമെന്ന്? അങ്ങനെ അടിച്ചു മാറ്റുന്നതാണെങ്കിൽ ഇതിനു മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ടില്ലേ? എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ആൻറ്റിയുടെ അലമാരിക്കകത്ത് പണം ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാമ പറഞ്ഞു, എനിക്കറിയാടാ, ആ ചന്ദ്രമതി വെറുതെ ഓരോന്നൊക്കെ പറയണല്ലേ. പക്ഷെ ആൻറ്റി, ഇതങ്ങനെ ഞങ്ങൾക്ക് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല. കാരണം നിരപരാധിയായ ഒരാളെയാണ് ആൻറ്റി തെറ്റുകാരിന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുന്നത്. സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, എന്നോട് പൊറുക്കടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും തെറ്റും ചെയ്തിട്ടില്ല. പണം കാണാതെ പോയെന്നുള്ള ശരി തന്നെയാ, പക്ഷെ അതെങ്ങനെ പോയി ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. സച്ചു പറഞ്ഞു, ശരി ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം, പോലീസ് അന്വേഷിക്കട്ടെ, അപ്പം എന്നെ പ്രശ്നമില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാമ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, അത് വേണ്ട, പോലീസ് കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ? പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ ശരിയാകത്തില്ല സച്ചി എന്ന് പറയണ. അതെന്താ ആൻറ്റി ശരിയാകത്തെ? അത് പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആള് ചന്ദ്രയല്ലേ, അവളുടെ എല്ലാ പൈസയെന്ന് ചോദിച്ചു. ആരുടെ പൈസ? അമ്മയുടെ പൈസയോ? അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചിക്ക് ആകെപ്പാടൊരു വല്ലാത്തൊരിത്. അമ്മയുടെ പൈസയോ? അതെങ്ങനെ ശരിയാവും? അമ്മയ്ക്ക് എവിടെ നിന്ന് 2 ലക്ഷം രൂപ? ആ സമയത്ത് ഭാമയോട് ചോദിച്ചു, സത്യം പറ ഭാമാൻറ്റി, അമ്മയുടെ പൈസയാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ അമ്മയുടെ പൈസ ആവുന്നതെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ കാര്യം പറ ആൻറ്റി, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അത് മോനെ, അത് കഴിഞ്ഞ ദിവസം വക്കീല് കൊണ്ട് തന്നാന്ന് പറഞ്ഞു. വക്കീല് കൊണ്ട് തന്നോ? അതെങ്ങനെ വക്കീല് കൊണ്ട് തന്നു? അത് ശരത്തിന്റെ മേലുള്ള ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് വക്കീല് കൊണ്ട് തന്ന പണമാണ് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. കോംപ്രമൈസിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ അമ്മ അടിച്ചു മാറ്റി വെച്ചിരിക്കുക. അപ്പൊ ആ പണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പോയത്, അതാ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആയിക്കോട്ടെ. പിന്നീട് സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിലേക്ക് പോവാം, ഇതിന് പിന്നിൽ ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് ബാക്കി കാര്യം, അവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അങ്ങോട്ട് പോകുന്നത്. ഭാമയ്ക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സച്ചി വീട്ടിലേക്ക് എന്നിട്ട് എല്ലാവരെയും വിളിക്കണം. ശ്രുതിയെ വർഷയെ ശ്രീകാന്തിനെ എല്ലാവരും വിളിച്ചു. ഹാളിലേക്ക് വരാൻ പറഞ്ഞിട്ട് എല്ലാവരും വന്നു. രവീന്ദ്രൻ വന്നിട്ട്, നീ എന്തിനാടാ കിടന്ന് അലറുന്നേ? കാര്യം എന്താ വെച്ചാൽ പറ. അച്ഛാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? അത് ഈ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു പോയതാരെന്നുള്ള കാര്യം അറിഞ്ഞെന്ന് പറയണ. അറിഞ്ഞെന്നോ? ശ്രുതിയൊക്കെ ഞെട്ടിപ്പോയി. ശ്രുതി ഓർത്ത് ഇപ്പൊ തന്റെ കള്ളത്തരം പുറത്തു വരും, താൻ അത് അടിച്ചു മാറ്റിയെന്നുള്ള കാര്യം എല്ലാവരും അറിയും. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, എടാ, അത് രേവതിയാന്നും പറഞ്ഞോണ്ടല്ലേ ഇരുന്ന്, പിന്നീട് എന്താണ് ഇപ്പൊ വേറെ ആളാണെന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട് അമ്മേ, ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് വേറെ ആരുമല്ല, രേവതിയാന്ന് പറയണം. ഇത് കേട്ടിഞ്ഞിപ്പോൾ രേവതി ഒരു നിമിഷം ഞെട്ടി. രേവതിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സച്ചേട്ടൻ ഇങ്ങനെ പറയുന്ന രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ.
അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.